ഒരിടവേളയ്ക്ക് ശേഷം ബഹ്റൈനിലേക്ക് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകളുമായി ശനിയാഴ്ച രാജ്യത്തേക്ക് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സംഭവത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കരാർ അമേരിക്കയും ഇറാനും ലംഘിച്ചെന്ന് ഇരുവരും പരസ്പരം ആരോപിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎസും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവെച്ച എല്ലാ ധാരണകളും ലംഘിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ധാരണകൾ ലംഘിച്ചെന്ന് ഇറാനും അമേരിക്കയും പരസ്പരം ആരോപിച്ചു. അതേസമയം ഗുരുതരമായ ലംഘനമെന്നാണ് ബഹ്റൈൻ ഡ്രോൺ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ശനിയാഴ്ച പുലർച്ചെ നിരവധി ഡ്രോണുകൾ ബഹ്റൈനിലേക്ക് ആക്രമണം നടത്തിയെന്ന് രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കുള്ളതായി റിപ്പോർട്ടുകളില്ല. കൃത്യമായ സ്ഥലമോ സ്വഭാവമോ ഒന്നും വ്യക്തമാക്കാതെ നിരവധി ഡ്രോണുകൾ തങ്ങളുടെ പ്രദേശം ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ സംഭവങ്ങൾ സാധാരണക്കാരെ അപകടത്തിലാക്കുന്നതാണ്. ഒപ്പം ഈ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സംഭവത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്നും വിവിധ ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചു. രാജ്യാന്തര മാനദണ്ഡങ്ങളുടെയും വിവിധ യോഗത്തിലെ തീരുമാനങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇതെന്നും രാജ്യങ്ങൾ വ്യക്തമാക്കി. ജയ് ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.